ഒരാൾ 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നു. അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? നോക്കിവിടെ നമുക്ക് സമയം അറിയാം, 5 മിനിറ്റാണ്. നമുക്കതിനെ സെക്കൻഡാക്കി മാറ്റാം. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 5 മിനിറ്റ് 5 × 60 300 സെക്കൻഡ്. ഇപ്പോൾ സമയം കിട്ടി 300 സെക്കൻഡ്. ദൂരമോ 700 മീറ്റർ അല്ലേ? അപ്പം നമുക്ക് ഈ ദൂരവും സമയവും വെച്ചിട്ട് വേഗത കാണാം. വേഗത സമം ദൂരം ബൈ സമയം 700 മീറ്റർ ബൈ 300 സെക്കൻഡ്. നമുക്ക് ഈ 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ എന്ത് വരും? 7/3 മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് കിട്ടി. അതായത് 1 സെക്കൻഡിൽ 7/3 മീറ്ററാണ് അയാൾ സഞ്ചരിക്കുക. ചോദ്യം പക്ഷേ അയാളുടെ വേഗത എങ്ങനെ കാണണം? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് കാണണം. ഇത് സെക്കൻഡിൽ എത്ര മീറ്റർ എന്നാണ്, ഇതുപോലെ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് കാണണം. അപ്പോൾ ഈ വേഗതയുടെ ഒരു യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡാണ്, മറ്റൊരു യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. മീറ്റർ പ്രതി സെക്കൻഡിലുള്ള യൂണിറ്റിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7/3 × 18/5 എന്ന് വരും. ഇതിൽ നമുക്ക് ഈ 3ഉം 18ഉം ഹരിക്കുമ്പോൾ 6 വരും അല്ലേ? അപ്പോൾ 7 × 6/5 എന്ന് വരും. ഗുണിക്കുമ്പോൾ 7 6 42/5 എന്ന് വരും. ഇത് നമുക്ക് ഹരിക്കുമ്പോൾ നോക്കൂ, 42 5 8 5 40 അല്ലേ? പിന്നെ 2 ഉള്ളൂ ശിഷ്ടം. ആ 2ൽ പൂവില്ലല്ലോ, അതുകൊണ്ട് പോയിൻ്റ് ഇട്ടു. എന്നിട്ട് 2ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ 20 എന്ന് വരും. ആ 20ൽ 5 4 5 20. ഇപ്പോൾ കിട്ടിയത് വേഗതയാണ്. നമ്മൾ മീറ്റർ പ്രതി സെക്കൻഡിൽ കിട്ടിയിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു? കിലോമീറ്റർ പ്രതി മണിക്കൂറിലാക്കി. ഉത്തരം 8.4 കിലോമീറ്റർ പ്രതി മണിക്കൂർ.